ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് റേഹോ. മോൾ കരയുന്നത് കണ്ടില്ലേ ഹത്തി? വിശന്നിട്ടാവും, ഒന്നെടുത്ത് പാല് കൊടുക്ക്. ഉമ്മച്ചിയുടെ ശബ്ദം കേട്ടാണ് ചിന്തകളിൽ നിന്ന് ഉണർന്നത്. നിറഞ്ഞൊഴുകിയ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ച് പാൽ കൊടുക്കാൻ തുടങ്ങി. വീണ്ടും അവൾ പഴയ ഓർമ്മകളിലേക്ക് മുങ്ങി. ഇടയ്ക്കിടെ കണ്ണുകൾ നിറയുന്നുണ്ട്. അടക്കി പിടിച്ച നിലവിളികൾ പുറത്തു വരാതെ അടക്കി പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവൾ ഓർത്തു, ഇന്ന് കുഞ്ഞിനെ കാണാൻ വന്നപ്പോൾ അമ്മായിയമ്മ പറഞ്ഞ വാക്കുകൾ. ഹസി, മോൾ ഉമ്മ പറയുന്നത് കേൾക്ക്. ഒക്കെ മറക്കണം. ഉമ്മയ്ക്ക് വിഷമില്ലാഞ്ഞിട്ടല്ല. പെറ്റ വയറിന്റെ ദണ്ണം മോൾക്കും ഇപ്പൊ അറിയാലോ. എന്നാലും പറയാ, മോൾ എല്ലാം മറന്ന് പുതിയൊരു ജീവിതത്തെ പറ്റി ആലോചിക്കണം. ഇപ്പോൾ തന്നെ വേണമെന്നല്ല, എന്നാലും നിന്റെ കുഞ്ഞിനു വേണ്ടിയാണ് പറയുന്നത്. മോൾ മനസ്സിലാക്ക്. ഉമ്മ എന്നോട് പറയുന്നത് എത്ര വിഷമത്തോടെയാണെന്ന് എനിക്കറിയാം. ആ വീട്ടിലേക്ക് ചെന്ന് കയറിയ അന്നു മുതൽ സ്വന്തം മോളായിട്ട് തന്നെയാണ് ഉമ്മ എന്നെ നോക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇങ്ങനെ വന്ന് പറയുന്നതും. പക്ഷെ എങ്ങനെ ഞാൻ എന്റെ ആയിഷക്കാനെ മറക്കും? ആ സ്ഥാനത്ത് മറ്റൊരാളെ, അതും അദ്ദേഹത്തിന്റെ അനിയൻ ആഷിഖിനെ. എനിക്കത് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. ഉമ്മ എന്നോട് ഇത് ആദ്യമായി അല്ല പറയുന്നത്. ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ശക്തമായി എതിർത്തതാണ്. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇപ്പോൾ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. അവളുടെ കണ്ണിൽ കഴിഞ്ഞ ഒരു വർഷം മുമ്പുള്ള ദിവസം ഓടിയെത്തി. ഡിഗ്രി എക്സാം കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഹാരിസിന്റെ പ്രപ്പോസൽ വരുന്നത്. വീട്ടുകാർ അവരുടെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു. അതിനൊടുവിൽ അവരോട് പെണ്ണ് കാണാൻ വരാൻ പറഞ്ഞു. ജീവിതത്തിലെ ആദ്യത്തെ പെണ്ണ് കാണലാണ്. നല്ല ടെൻഷനുണ്ട്. വീട്ടിൽ ഞാൻ ഒറ്റ മോളായതുകൊണ്ട് ടെൻഷൻ പങ്കുവെക്കാൻ മാമന്റെ മോളെ വിളിച്ചു വരുത്തി. കൂടെ മാമനും മാമിയും ഉണ്ട്. ഉമ്മച്ചി വിളിപ്പിച്ചതാണ്. ഉമ്മച്ചിക്ക് എന്നെക്കാൾ വെപ്രാളം. എന്നെ നേരത്തെ തന്നെ മാറ്റി നിർത്തിച്ചു മാമിയും മോളും കൂടെ. അങ്ങനെ പറഞ്ഞ സമയത്ത് മുറ്റത്ത് കാർ വന്നു നിന്നു. റൂമിലെ ജനലരികിൽ പോയി നിന്ന് വന്നവരെ മറഞ്ഞു നിന്ന് നോക്കി. രണ്ട് ചെക്കന്മാരും കുറച്ച് പ്രായമായ രണ്ടുപേരും. പയ്യന്മാരെ കണ്ടിട്ട് ജ്യേഷ്ഠാനിയന്മാർ ആണെന്ന് തോന്നുന്നു. അവർ സിറ്റ് ഔട്ടിലേക്ക് കയറിയപ്പോഴേക്കും അവൾ കിച്ചണിലേക്ക് ഓടി. ഉമ്മച്ചി അവിടെ ചായയും പലഹാരവും റെഡിയാക്കുന്നുണ്ട്. അതിൽ നിന്നും നുള്ളിൽ തിന്നുകൊണ്ട് നിൽക്കുമ്പോൾ മാമൻ വന്ന് എന്നോട് ചായയുമായി വരാൻ പറഞ്ഞു. എനിക്ക് വീണ്ടും ടെൻഷൻ തുടങ്ങി. അവസാനം മാമൻ എന്റെ കൂടെ തന്നെ നിൽക്കാമെന്ന് വാക്കു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉമ്മറത്തേക്ക് ചെന്നു. അവിടെ വന്നവർ 4 പേരും ഉപ്പിച്ചിയും. ഇതാണ് എന്റെ മോൾ ഹസീബ. മോനെ ആരിഫെ, നല്ലോണം കണ്ടോട്ടോ. പിന്നെ പെണ്ണിനെ കണ്ടില്ല എന്നൊന്നും പറയരുത്. ഉപ്പിച്ചി എന്നെ പരിചയപ്പെടുത്തി. കൂടെ പെണ്ണ് കാണൽ ചടങ്ങിന്റെ ഏറ്റവും ഓൾഡ് ചളിയും അടിച്ചു. ഉപ്പിച്ചി പൊതുവെ സംസാരപ്രിയനാണ്. ഉപ്പിച്ചി പറഞ്ഞ ആളെ ഞാനൊന്ന് നോക്കി. കൊള്ളാം, തരക്കേടില്ല. ഞാൻ അയാളെ നോക്കി ഒന്ന് മന്ദഹസിച്ചു. ചായ കുടി കഴിഞ്ഞു. അടുത്തത് ചെക്കനും പെണ്ണിനും തനിച്ച് സംസാരിക്കാനുള്ള ചടങ്ങാണ്. അവൾക്ക് വീണ്ടും ടെൻഷൻ. കോളേജിലൊക്കെ ഫ്രണ്ട്സുമായി സംസാരിച്ച് ശീലമുണ്ടെങ്കിലും ഇതിപ്പോ ഇങ്ങനൊരവസ്ഥയിൽ എന്തായാലും പെട്ടു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഓഫീസ് റൂമിലേക്ക് നടന്നു. പിറകെ ഹാരിഫും. ഹസി, ഹാരിഫ് വിളിച്ചു. അങ്ങനെ വിളിച്ചോട്ടെ. തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് ഇഷ്ടമായി. തനിക്ക് എന്നെ ഇഷ്ടമായെങ്കിൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോയാലോ? ഹാരിഫ് ചോദിച്ചു. പെട്ടെന്നായതുകൊണ്ട് ഒന്നും പറയാൻ തോന്നിയില്ല. ആകെ ഒരു വെപ്രാളം. താൻ എന്തായാലും തുറന്നു പറഞ്ഞോളൂ. തന്നെ പോലെ ഒരാൾക്ക് ഞാൻ ചേരില്ല എന്ന് എനിക്ക് തന്നെ അറിയാം. സൗന്ദര്യത്തിലും വിദ്യാഭ്യാസത്തിലും ഞാൻ തന്നെക്കാൾ പിറകിൽ തന്നെയാണ്. പെട്ടെന്ന് തന്നെ കണ്ടപ്പോൾ ഒരു ആവേശത്തിൽ ചോദിച്ചതാ. സോറി, ആരിഫ് പറഞ്ഞു. അത് കേട്ടപ്പോൾ എന്തോ ഒരു സങ്കടം. ശരിയാണ്, കോളേജിൽ താനായിരുന്നു ബ്യൂട്ടി ക്വീൻ. ഹാരിഫ് ഒരു സാധാരണ പയ്യൻ. പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക സൗന്ദര്യമൊന്നുമില്ല. പക്ഷെ എനിക്കെന്തോ നോ പറയാൻ തോന്നിയില്ല. എന്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് സമ്മതമാണ്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു. അത് കേട്ട് ഹാരിഫിന്റെ മുഖം വിടർന്നു. അയാൾ സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങി. പോകും വഴി എന്നെ നോക്കി ചിരിക്കാൻ മറന്നില്ല. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. പരസ്പരം അന്വേഷണവും വീട് കാണലും എൻഗേജ്മെന്റും കല്യാണവും എല്ലാം 2 മാസത്തിനുള്ളിൽ കഴിഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഒരിക്കലും മറ്റൊരു വീടാണെന്ന് തോന്നിയില്ല. പെൺമക്കൾ ഇല്ലാത്ത ഉപ്പയ്ക്കും ഉമ്മയ്ക്കും താൻ ശരിക്കും ഒരു മോൾ തന്നെയായിരുന്നു. പിന്നീട് താൻ പ്രഗ്നന്റ് ആണ് എന്ന് കൂടി അറിഞ്ഞപ്പോൾ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്നത് പോലെയായിരുന്നു അവിടെ ഉള്ളവർ തന്നെ നോക്കിയത്. അവിടെ 2 ആൺകുട്ടികൾ ആയതുകൊണ്ട് തന്നെ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഹാരിഫിക്ക വയറ്റിൽ തലവെച്ച് പറയും, ഇത് എന്റെ പൊന്നു മോളാണെന്ന്. കുഞ്ഞിനോട് വയറ്റിൽ കൈവച്ച് ചുംബിച്ചുകൊണ്ട് സംസാരിക്കുന്നതായിരുന്നു ആ സമയത്ത് ഹാരിഫിക്കാന്റെ ഏറ്റവും വലിയ സന്തോഷം. 7ാം മാസം ചടങ്ങിനായി കൂട്ടിക്കൊണ്ടുവരാൻ വീട്ടുകാർ വന്നപ്പോൾ ശരിക്കും സങ്കടമായിരുന്നു. ഞാൻ ഇറങ്ങുമ്പോൾ കണ്ണു നിറച്ചു നിൽക്കുന്ന ഉപ്പയും ഉമ്മയും.
അവർക്ക് പിന്നിൽ ഉള്ളിലെ വേദന കടിച്ചമർത്തി തന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഹാരിഫിക്ക. അതായിരുന്നു അവസാന കാഴ്ച. നീ പൊയ്ക്കോ, നാളെ രാവിലെ ഞാൻ അവിടെ എത്തുമെന്ന് പറഞ്ഞ് എന്നെ യാത്രയാക്കിയ അദ്ദേഹം പിന്നീട് എന്നെ കാണാൻ വന്നില്ല. രാത്രി ഷോപ്പ് അടച്ചു വരുമ്പോൾ ഒരു ആക്സിഡന്റ് അവിടെ വെച്ച് തന്നെ. പിറ്റേന്ന് പുലർച്ചെ തന്നെ എന്നെ എല്ലാവരും കൂടെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഉള്ളിൽ ഒരു പിടച്ചിലുണ്ടായിരുന്നു. ഉമ്മാക്കോ ഉപ്പാക്കോ എന്തോ സംഭവിച്ചു എന്നാണ് ആദ്യം കരുതിയത്. ഉപ്പയുടെ സങ്കടവും അടക്കിപ്പിടിച്ച ഫോൺ സംഭാഷണങ്ങളും ഉമ്മയുടെ കണ്ണുനീരും എന്റെ സംശയത്തിന് ആക്കം കൂട്ടി. എന്തോ അരുതാത്തത് സംഭവിച്ചു എന്ന് അറിഞ്ഞിട്ടും ഞാൻ പടച്ചവനോട് ഉള്ളുരുകി പ്രാർത്ഥിച്ചു, ഒന്നും വരുത്തല്ലേ റബ്ബേ എന്ന്. വീട്ടിൽ ചെന്നിറങ്ങിയപ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്നുണ്ട്. എല്ലാ കണ്ണിലും സഹതാപമായിരുന്നു. ഹാളിലേക്ക് കടന്നതും ഹാരിസിക്കാന്റെ ഉമ്മ താഴെ തളർന്നു കിടക്കുന്നത് കണ്ട് കൂടെ കുറച്ച് ബന്ധുക്കളും. എന്നെ കണ്ടതും എന്റെ മോളെ, ഓൻ നമ്മളെ വിട്ടു പോയല്ലോ, ഓന്റെ പൈതലിന്റെ മുഖം പോലും കാണാൻ നിൽക്കാതെ ഓൻ പോയല്ലോ മോളെ എന്ന് പറഞ്ഞ് അലമുറയിട്ട് കരഞ്ഞു. എന്താ കേട്ടതെന്ന് മനസ്സിലാവാതെ നിന്ന നിമിഷങ്ങൾ. തന്റെ പാതി, എന്റെ എല്ലാമായ ഹാരിസിക്ക തലച്ചോറിലേക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങുന്നതിന് മുൻപേ ബോധം നശിക്കാൻ വീണിരുന്നു. പിന്നീട് എപ്പോഴോ കണ്ണു തുറന്നപ്പോൾ അറിഞ്ഞതൊന്നും സത്യമാവല്ലേ എന്ന് കരുതി നോക്കിയെങ്കിലും റൂമിൽ കൂടി നിൽക്കുന്ന ആളുകളെയും അവരുടെ കരച്ചിലും സഹതാപം കലർന്ന നോട്ടവും എന്നെ സത്യം ഉൾക്കൊള്ളാൻ പ്രേരിപ്പിച്ചു. പക്ഷെ എത്രയൊക്കെ ആയിട്ടും അത് മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഒന്ന് കരയാൻ പോലും ത്രാണിയില്ലാതെ ഞാൻ കിടന്നു. ഇടയ്ക്കെപ്പോഴോ ആരോ പറയുന്നത് കേട്ടു, മയ്യത്ത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് എത്തിയെന്ന്. അത് കേട്ടപ്പോൾ നെഞ്ചിൽ കത്തിവെച്ച പോലെ. മയ്യത്ത് ഇനി ഹാരിഫിക്ക അല്ല, വെറും മയ്യത്ത്. ഉള്ളിൽ അടഞ്ഞു കൂടിയ സങ്കടങ്ങൾ കണ്ണിലൂടെ പെയ്തു തുടങ്ങി. എല്ലാവരും കണ്ടു കഴിഞ്ഞു. അവസാനം എന്നെ വിളിച്ചു, അവസാനമായി ഒരു നോക്ക് കാണാൻ. കണ്ണടച്ചുകൊണ്ടാണ് നടന്നത്. ആരൊക്കെയോ താങ്ങിയിട്ടുണ്ട്. മോളെ നോക്ക് എന്ന് പറഞ്ഞത് കേട്ട് കണ്ണു തുറന്നു നോക്കി. കണ്ണുനീർ കാഴ്ചയെ മറച്ചു. കണ്ണൊന്ന് ചിന്നി തുറന്നു. അവസാനമായി എന്റെ മാരനെ ഒന്ന് കാണാൻ. വെള്ള തുണിയിൽ പൊതിഞ്ഞ മുഖം മാത്രം വെളിയിൽ കാണുന്ന രീതിയിൽ കിടക്കുന്ന ഹാരിസിക്ക. എന്റെ ജീവൻ, ജീവിതം എല്ലാമാണ് ഈ 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞു കിടക്കുന്നത്. ഇനി ഒരിക്കലും എനിക്ക് ഹാരിസിക്കാനെ കാണാൻ കഴിയില്ല എന്ന സത്യം ഓർമ്മയിൽ വന്നതും അതുവരെ പിടിച്ചു നിന്ന കരച്ചിൽ അണപൊട്ടിയൊഴുകി. ണ്ടിക്ക എന്ന് അലറിക്കരഞ്ഞു. കൂടെ നിൽക്കുന്നവരും എല്ലാവരും കരഞ്ഞു പോയിരുന്നു. അന്ത്യചുംബനം കൊടുത്തു കഴിഞ്ഞതും ബോധം മറഞ്ഞ് ഞാൻ വീണ്ടും ഉമ്മയുടെ കൈകളിൽ വീണു. പിന്നീട് കണ്ണു തുറന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. ഹാരിസിക്കാനെ പള്ളിയിൽ കൊണ്ടുപോയി മറവ് ചെയ്തു. അവർ തിരിച്ചു വന്നു. ആരൊക്കെയോ എന്തൊക്കെയോ കഴിക്കാൻ തരുന്നുണ്ട്. കഴിക്കാൻ പോയിട്ട് ഒരു തുള്ളി വെള്ളം പോലും തൊണ്ടയിൽ നിന്നും ഇറങ്ങാത്ത അവസ്ഥയായിരുന്നു. മോളെ, ഇതെങ്കിലും കുടിക്ക്. ഉമ്മ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം കൊണ്ടുവന്നു തന്നു. സമയം ഉച്ച കഴിഞ്ഞിരുന്നു. ഞാൻ ഉമ്മായെ ദയനീയമായി ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ ഉണ്ടായിരുന്നു എല്ലാം. മോളെ, നിനക്ക് വേണ്ടിയല്ല, നിന്റെ വയറ്റിലൊരു ജീവനുണ്ട്. അതിന്റെ ജീവൻ നിലനിൽക്കണമെങ്കിൽ മോൾ എന്തെങ്കിലും കഴിക്കണ്ടേ? ഉമ്മ ചോദിച്ചു. അപ്പോഴാണ് ഞാൻ എന്റെ കുഞ്ഞിനെ കുറിച്ച് ഓർത്തത്. പാവം എന്റെ കുഞ്ഞ്, എന്റെ ഹാരിസിക്കാന്റെ ജീവന്റെ ശേഷിപ്പ്, അതെനിക്ക് വേണം. കുഞ്ഞിനെ കൂടി നഷ്ടപ്പെടുത്താൻ വയ്യ. ആ ചിന്തയിൽ ഞാൻ ഉമ്മ തന്ന വെള്ളം കുടിച്ചു. പിന്നീടുള്ള നാടുകൾ ഹാരിസിക്കക്ക് വേണ്ടി പ്രാർത്ഥനകൾ നിറഞ്ഞതായിരുന്നു. ഗർഭിണിയായതുകൊണ്ട് യുദ്ധം ഇരിക്കണ്ട എന്ന് ചിലർ പറഞ്ഞെങ്കിലും ഞാൻ സമ്മതിച്ചില്ല. അവസാനം 4 മാസം പൂർത്തിയാക്കാൻ ഈ സമയത്ത് കഴിയില്ല എന്ന കാരണം കൊണ്ട് 40 ദിവസമാക്കി. മരിച്ചുപോയ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥനകളുമായി പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ വീട്ടിൽ ഒരു മുറിക്കുള്ളിൽ കഴിയുന്നതിനെയാണ് ഇദ്ദ എന്ന് പറയുന്നത്. ഇതിനിടയിൽ സ്വന്തം ഉപ്പ, രക്തബന്ധമുള്ള സഹോദരങ്ങൾ അല്ലാതെ മറ്റു പുരുഷന്മാർ കാണാൻ അനുവദനീയമല്ല. സ്ത്രീകൾക്ക് കാണാം. 4 മാസമാണ് കണക്ക്. ചിലപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ സമയം കുറയ്ക്കും. ഇദ്ദ കഴിഞ്ഞ് എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഡെലിവറി അടുത്തത് കൊണ്ട് അവിടുന്ന് ഉമ്മയും ഉപ്പയും ഇടയ്ക്കിടെ വരും. പിന്നീട് അങ്ങോട്ട് കുഞ്ഞിനായുള്ള കാത്തിരിപ്പായിരുന്നു. കാത്തിരിപ്പിനൊടുവിൽ ഡെലിവറി കഴിഞ്ഞു. ഹാരിസിക്കാന്റെ പ്രാർത്ഥന പോലെ പെൺകുഞ്ഞായിരുന്നു. ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു ഇക്കാക്ക് ഒരു പെൺകുഞ്ഞിന്. പക്ഷേ ഉണ്ടായപ്പോൾ കാണാനുള്ള വിധി ഉണ്ടായില്ല പാവത്തിന്. അവൾ കണ്ണുനീര് തുടച്ചു. കുഞ്ഞ് പാൽ കുടിച്ചു കഴിഞ്ഞതും അവൾ കുഞ്ഞിനെ തോളിൽ കൊട്ടിക്കൊടുത്തു. മോളെ കാണാൻ വരുമ്പോഴെല്ലാം ഇക്കാന്റെ ഉമ്മ എന്റെ വിധി ഓർത്ത് കരയുമായിരുന്നു. അതിനിടയിൽ എപ്പോഴോ ആണ് ഇങ്ങനെ ഒരു സംസാരം വന്നത് എനിക്കറിയാം. അവരെല്ലാം കൂടി ആലോചിച്ചു കാണും. എന്നിട്ടാവും എന്നോട് പറയുന്നത്. ഇടയ്ക്കിടെ പറഞ്ഞാൽ എന്റെ മനസ്സ് മാറിയാലോ എന്ന് കരുതിയാവും ഉമ്മ പറയുന്നത്. കുറച്ചു കഴിഞ്ഞ് ഉമ്മിച്ചി വന്നു. ഞാൻ എന്തോ ആലോചിച്ചിരിക്കുകയായിരുന്നു. മോളെ, ഉമ്മിച്ചി വിളിച്ചു. ഞാൻ ഒന്ന് നോക്കി. മോൾ അവരോട് എന്തെങ്കിലും ഒന്ന് പറ.
അവർ കുറെ ദിവസമായില്ലേ പറയുന്നു. ആഷിക്കിനും കുഴപ്പമില്ല. ഉപ്പിച്ച് സംസാരിച്ചായിരുന്നു. ഉമ്മച്ചി പറഞ്ഞു, എങ്ങനെയാണ് ഉമ്മ ഞാൻ? എനിക്ക് പറ്റൂല. ആരിഫ് ഖാന്റെ സ്ഥാനത്ത് ആഷിഖ്, അതും ആ വീട്ടിൽ. വേണ്ടുമ്മ, ഞാൻ എന്റെ മോളെ നോക്കി ഇവിടെ നിന്നോളാം. ഞാൻ പറഞ്ഞു, മോളെ, നീ ഉമ്മച്ചി പറയുന്നത് കേക്ക്. നീ ചെറുപ്പമാണ്, ജീവിതം ഇനിയും ഒരുപാടുണ്ട്. ഒറ്റയ്ക്ക് ജീവിക്കാൻ നിന്നാൽ ഉമ്മാന്റെ കുട്ടി തോറ്റു പോകും. നീ ഇങ്ങനെ ജീവിക്കുന്നത് കാണുമ്പോൾ ഉമ്മച്ചിക്കും മുച്ചിക്കും എത്ര സങ്കടമുണ്ടെന്നറിയുമോ? ഉമ്മച്ചി കരയാൻ തുടങ്ങി. മോളെ, നീ അവർ പറയുന്നത് അനുസരിക്കണം. നിനക്കൊരു മോളാണ്. എന്തായാലും നിന്നെ കുറച്ചു കഴിഞ്ഞ് മറ്റൊരു വിവാഹം കഴിപ്പിക്കും. അത് ഞങ്ങളുടെ കടമയാണ്. നീ മറ്റൊരു വീട്ടിൽ പോയാൽ നിന്റെ മോളെ അവിടെ ഉള്ളവർ അംഗീകരിക്കില്ല. അവിടെ കൊണ്ടുപോയാൽ തന്നെ അവൾ അവിടെ ഒരു അധികപ്പറ്റായിരിക്കും. ആഷിക്കാണെങ്കിൽ അവളുടെ ഉപ്പാന്റെ അനിയൻ. ഉപ്പാന്റെ സ്ഥാനം തന്നെയാണ്. അവളുടെ സ്വന്തം വീടുമാണ്. അവൾക്ക് അതിലും നല്ലൊരു ജീവിതം മോൾക്ക് കൊടുക്കാൻ കഴിയുമോ? ഉമ്മിച്ചി ചോദിച്ചു. അപ്പോഴാണ് ഞാൻ അത് ഓർത്തത്. എന്റെ മോൾ അവളുടെ ഉപ്പാന്റെ വീട്ടിൽ തന്നെയല്ലേ താമസിക്കേണ്ടത്? ഉമ്മച്ചി പറയുന്നത് പോലെ എന്നെ മറ്റൊരു വിവാഹം കഴിപ്പിച്ചാൽ അങ്ങോട്ട് എന്ത് വിശ്വസിച്ച് ഞാൻ കൊണ്ടുപോകും എന്റെ മോളെ? ഇന്നത്തെ കാലത്ത് സ്വന്തം ആൾക്കാരെ പോലും വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ ഒരു പെൺകുഞ്ഞിനെ? ഇനി ഇവിടെ നിർത്തിയാൽ എന്റെ മോൾക്ക് ഉമ്മാന്റെയും ഉപ്പാന്റെയും സ്നേഹം ഒരുപോലെ നിഷേധിക്കപ്പെടില്ലേ? അത് അവളോട് ചെയ്യുന്ന ക്രൂരതയല്ലേ? ഉമ്മ പോയി കഴിഞ്ഞതും ഞാൻ അത് തന്നെ ചിന്തിച്ചു. എന്റെ മോളുടെ മുഖത്ത് നോക്കിയപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു. ഇവളെ യാതൊരു അന്യനും അറിയിക്കാതെ വളർത്തണം. ഉമ്മാന്റെയും ഉപ്പാന്റെയും സ്നേഹം കിട്ടി തന്നെ അവൾ വളരണം. അതുകൊണ്ട് ഉമ്മ പറഞ്ഞ് സമ്മതിക്കണം. ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. പിന്നീട് ഹാരിഫ് ഖാന്റെ ഉമ്മ വന്നപ്പോൾ ഞാൻ സമ്മതം അറിയിച്ചു. അത് കഴിഞ്ഞ് ആഷിഖ് എന്നെ കാണാൻ വന്നു. വന്ന ഉടൻ മോളെ എടുത്ത് കുറച്ചു നേരം കളിപ്പിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഹസീൻ, നീ പേടിക്കണ്ട. സഹതാപം കൊണ്ടല്ല നിന്നെ കല്യാണം കഴിക്കുന്നത്. ആദ്യം ഉമ്മ ഇത് പറഞ്ഞപ്പോൾ ഞാനും ഒരുപാട് എതിർത്തു. പിന്നീട് ഇക്കാടെ ഈ പൊന്നുമോളെ ഓർത്തപ്പോൾ സമ്മതിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇവളെ ഇക്കാനെ പോലെ എനിക്കല്ലാതെ വേറെ ആർക്കാ സ്നേഹിക്കാൻ അവകാശമുള്ളത്? ഇവൾക്ക് വേണ്ടി നമുക്കിത് അംഗീകരിക്കാം. അതും പറഞ്ഞവൻ പോയി. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം വീണ്ടും ഞാൻ ആ വീടിന്റെ പടി ചവിട്ടി. ഇത്തവണ ആഷിഖിന്റെ കൈപിടിച്ചായിരുന്നു. തോളിൽ ഉറങ്ങുന്ന മോളും. ഇത്തവണ ആളും ബഹളവും ഒന്നുമില്ല. പള്ളിയിൽ വെച്ച് ചെറിയൊരു നിക്കാഹായിരുന്നു. അകത്തേക്ക് കയറുമ്പോൾ ആരിഫ് ഖാന്റെ ഓർമ്മയിൽ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. 3 വർഷത്തിന് ശേഷം. മോളെ നിക്ക്! ആഷിഖ് അൻഷമോളുടെ പിറകെ ഓടുകയാണ്. മോൾക്ക് ഇപ്പോൾ 4 വയസ്സായി. സ്കൂളിൽ പോകാനുള്ള തിരക്കാണ് കാണുന്നത്. ആഷിഖിന് പിറകെ ഹസീബ വന്നു. ഒരു കയ്യിൽ മോളുടെ സ്കൂൾ ബാഗ്, മറു കയ്യിൽ ഒക്കത്തിരിക്കുന്ന അവരുടെ രണ്ടാമത്തെ കുഞ്ഞ്. 6 മാസം ആയിട്ടേ ഉള്ളൂ മോന്. പേര് അയാൻ. അവരുടെ ദാമ്പത്യവല്ലരിയിൽ പോവിട്ട ആദ്യത്തെ കുരുന്ന്. അവളുടെ ജീവിതം ഇനിയെങ്കിലും സന്തോഷപൂർണമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.